2-3 ദിവസങ്ങൾക്ക് മുമ്പുണ്ടെങ്കിൽ രേണുസുതി ഒരു പോസ്റ്റ് പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കണക്ക് ആശുപത്രിയിൽ അഡ്മിറ്റാണ്, തൻ്റെ സഹോദരിയാണ് തന്നെ ശുശ്രൂഷിക്കുന്നതെന്നുള്ള രീതിയിലൊക്കെയായിരുന്നു ആ ഒരു പോസ്റ്റ്. അതിന് മറുപടി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അതിന് കമൻറ്റ് ബോക്സിൽ വന്ന് ഒരുപാട് പേര് ഇത് കണക്കുണ്ടാക്കി മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഉണ്ടെങ്കിൽ ഗുണമായിട്ട് വരട്ടെ എന്നുള്ള രീതിയിലൊക്കെ. ആ സമയത്തുണ്ടെങ്കിൽ ഈ രേണു പറഞ്ഞൊരു മറുപടിയായിട്ട് കൊടുത്തതെന്ന് പറഞ്ഞാൽ പെട്ടെന്നൊന്ന് മാറി കിട്ടിയാൽ മതിയായിരുന്നു എൻ്റെ മോന് വേണ്ടി എന്നുള്ള രീതിയിൽ. ആ സമയത്ത് എല്ലാവരും പറഞ്ഞതാണ് തനിക്ക് ഇത് കണക്ക് രേണുസുതിക്കുണ്ടെങ്കിൽ ക്യാൻസർ ആയിരിക്കും എന്നുള്ള രീതിയിൽ. പക്ഷേ ആ സമയത്തുണ്ടെങ്കിൽ കൺഫേമോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ രേണുസുതിയുടെ ഒരു ഇൻ്റർവ്യൂ വെളി വന്നിട്ടുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ചാണ് അതിനകത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒടുവിലുണ്ടെങ്കിൽ രേണുസുതി സമ്മതിച്ചിട്ടുണ്ട് തനിക്ക് ക്യാൻസർ ആണെന്നുള്ള രീതിയിൽ. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇതിനകത്തുള്ള സംസാരം വന്നിട്ടുണ്ടായിരുന്നു, ദുബായി പോയപ്പോൾ ക്യാൻസർ ആണെന്നുള്ളൊരു കാര്യം കണ്ടുപിടിച്ചു എന്നുള്ള രീതിയിൽ. പക്ഷേ ആ സമയത്തുണ്ടെങ്കിൽ രേണുസുതി അതൊരു സത്യമാണോ അല്ലയോ എന്നൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി എന്നുള്ള രീതി വന്നിരിക്കുകയാണ്. തനിക്ക് ക്യാൻസറാണ്, ഇത് കുറേ നാൾ മുമ്പ് അറിഞ്ഞതാണ്. ദുബായി പോയപ്പോഴല്ല ഇത് കണക്ക് കൊല്ലം സുധി ചേട്ടൻ മരിച്ച അതേ സമയത്തുണ്ടെങ്കിൽ ഞാൻ അറിഞ്ഞത് തന്നെയായിരുന്നു. അതിനുശേഷമാണ് പൈസ ഉണ്ടാക്കാൻ വേണ്ടി കിടന്ന് ഓടിയത്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവർ ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ നെഗറ്റീവായുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനത്തുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അവർ നല്ല രീതിയിൽ തന്നെ വരണം, ഒരു കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ പോട്ടെ. ഒരു മോനൊക്കെ ഉള്ളത് തന്നെയാണ്, അവരെ ആ മോൻ്റെ കാര്യമൊക്കെ നോക്കാൻ ഇവർ തന്നെ വേണം. കൊല്ലം സുധിയും പോയി, ഇപ്പോൾ ഇവരും കൂടെ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ആ കൊച്ചിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമായിരിക്കും. തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അവർ നല്ല രീതിയിൽ തന്നെ വരട്ടെ.